Hi, welcome back, and this is part 5 of carbohydrates. അപ്പോൾ ഇതിനകത്ത് മെറ്റബോളിസം തന്നെയാണ് നമ്മൾ ഇവിടെയും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഗ്ലൈക്കോളിസിസിൻ്റെ ആ ഒരു ഡിസ്കഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ഗ്ലൈക്കോളിസിസിൻ്റെ എൻ പ്രോഡക്റ്റ് ആണ് പൈറുവേറ്റ്. പൈറുവേറ്റ് ജനറേറ്റ് ചെയ്തതിന് ശേഷം അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അടുത്ത മെറ്റബോളിക് പാത്വേ ആണ് സിട്രിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ ക്രെബ്സ് സൈക്കിൾ എന്നതിനെ പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് TCA സൈക്കിൾ. അപ്പോൾ TCA എന്ന് പറയുമ്പോഴത്തേക്ക് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നുള്ളതാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പം ഇതും ഒരു പ്രധാനപ്പെട്ട മെറ്റബോളിക് പാത്വേ ആണ് സെല്ലുലാർ റെസ്പിറേഷനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത് സംഭവിക്കുന്നത് മൈറ്റോകോൺട്രിയയിലാണ്. ആൻഡ് ഈ ഒരു പാത്വേ ആണ് ഒരു പ്രൈമറി മെത്തേഡായി മാറുന്നത് സെൽസിന് അവരുടെ എനർജി കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും ഫാറ്റ്സിൽ നിന്നും പ്രോട്ടീൻസിൽ നിന്നും ഓക്സിജന്റെ സഹായത്തോടു കൂടി ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു സൈക്കിൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അസറ്റൈൽ CoA എൻസൈമിനെ ഓക്സിഡൈസ് ചെയ്യുന്നു. ആൻഡ് ഈ ഒരു അസറ്റൈൽ CoA എൻസൈം എന്ന് പറയുന്നത് അത് പൈറുവേറ്റിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത് അല്ലേ. ആ പൈറുവേറ്റ് ജനറേറ്റ് ആകുന്ന എപ്പോഴാണ് ആ ഒരു ഗ്ലൈക്കോളിസിസിന്റെ എൻ പ്രോഡക്റ്റ് ആയിട്ട്. ആൻഡ് ഈ ഒരു ഓക്സിഡേഷന്റെ ഫലമായിട്ട് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു. അറ്റ് ദ സെയിം ടൈം ഇലക്ട്രോൺ കാരിയേഴ്സിനെ അവിടെ ജനറേറ്റ് ചെയ്യുന്നു. ആൻഡ് ഈ ഇലക്ട്രോൺ കാരിയേഴ്സ് എന്താ ചെയ്യുന്നത്? ദേ ഫെസിലിറ്റേറ്റ് ATP പ്രൊഡക്ഷൻ ഇൻ ദി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. ഓക്കെ, സോ എന്താണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് പോകാം. അപ്പം സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് 8 എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ആണ്. അപ്പം 8 എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ്, ആൻഡ് ഇത് മൈറ്റോകോൺട്രിയൽ മെട്രിക്സിലാണ് ഇത് നടക്കുന്നത്. ദിസ് ഒക്കേഴ്സ് ഇൻ ദ മൈറ്റോകോൺട്രിയൽ മെട്രിക്സ്. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഓർത്ത് വെച്ചോളുക. ആൻഡ് എന്താ പറയേണ്ടത്, ദിസ് ഈസ് ദ സെക്കൻഡ് മേജർ സ്റ്റേജ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ. ഫസ്റ്റ് മേജർ സ്റ്റേജ് യൂണിവേഴ്സൽ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ എന്ന് പറയുന്നത് ഗ്ലൈക്കോളിസിസ് ആണ്. അത് പ്രത്യേകം ഓർത്ത് വെച്ചോളുക. അപ്പോൾ ഒരു പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ എന്നുള്ളത്. പക്ഷേ ഇവിടെ ഓക്സിജൻ പ്രസൻസ് ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു ഇൻഡയറക്റ്റ് പ്രസൻസ് എങ്കിലും അതിൻ്റെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയറോബിക് ആണ്. കാരണം അതിന് ഇൻഡയറക്റ്റ് ആയിട്ട് അതിന് ഓക്സിജൻ വേണം. അപ്പോൾ ഓക്സിജന്റെ ആവശ്യം എങ്ങനെയാണ് അവിടെ വരുന്നത്? ഒരു പക്ഷേ ഓക്സിജൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സൈക്കിളിൽ. പക്ഷേ NADH NFADH2 ഇത് ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ NADHും FADH2ഉം എന്താ പറയേണ്ടത്, എസെൻഷ്യൽ ആണ് ആ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിന്. ആൻഡ് അവിടെ ഓക്സിജൻ ആക്ച്വലി സെർവ്സ് ആസ് ദ ഫൈനൽ ഇലക്ട്രോൺ ആക്സെപ്റ്റർ. ഓക്കെ, അപ്പോൾ ഓക്സിജൻ ആണ് അവിടെ ഫൈനലി ആ ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. ലെറ്റ് us see എന്തൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് ഒരു 8 സ്റ്റേജ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സൈക്കിൾ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇസ് വെൻ പൈറുവേറ്റ് നമുക്കറിയാം ഇറ്റ് ഫോംസ് ഫ്രം ഗ്ലൈക്കോളിസിസ് അല്ലേ. ദിസ് ഇസ് കൺവേർട്ടഡ് ടു അസറ്റൈൽ CoA എൻസൈം by the pyruvate dehydrogenase complex. ഓക്കെ, അവിടെ നിന്ന് എന്താ പറയേണ്ട ഒരു NADHും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളും ആ ഒരു ഇതിനകത്ത് റിലീസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. സോ നമുക്ക് ആ സ്റ്റെപ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. അസറ്റൈൽ CoA ആൻഡ് ഓക്സാലോ അസിറ്റേറ്റ് ഫോം സിട്രേറ്റ്. അതാണ് അതിൻ്റെ ഷോർട്ടിൽ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് നടക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താ, 2 കാർബൺസ് ഓഫ് അസറ്റൈൽ ഗ്രൂപ്പ് ഇറ്റ് ഫോംസ് അസറ്റൈൽ CoA എൻസൈം, അല്ലെങ്കിൽ ഈ അസറ്റൈൽ CoAയിൽ നിന്നുള്ള 2 കാർബൺ അസറ്റൈൽ ഗ്രൂപ്പ് അത് കമ്പൈൻ ചെയ്യുന്നു വിത്ത് എ 4 കാർബൺ മോളിക്യൂൾ. ഈ 4 കാർബൺ മോളിക്യൂളിന്റെ പേരാണ് ഓക്സാലോ അസിറ്റേറ്റ്. ആൻഡ് ഈ ഓക്സാലോ അസിറ്റേറ്റുമായിട്ട് കമ്പൈൻ ചെയ്ത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു. 6 കാർബൺ കോമ്പൗണ്ട് സിട്രേറ്റ് ആണ് അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എൻസൈമിന്റെ റോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ സിട്രേറ്റ് സിന്തേസ് ആണ്. സിട്രേറ്റ് സിന്തേസ് ആണ് ശരിക്കും ഇവിടെ ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പം സെക്കൻഡ് സ്റ്റേജ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിയാൽ ഐസോമറൈസേഷൻ ഓഫ് സിട്രേറ്റ് ടു ഐസോസിട്രേറ്റ്.
അപ്പോൾ ഇവിടെ എന്താ പറയേണ്ടത്, ഐസോമറൈസേഷൻ അവിടെ നടക്കുന്നു. ഐസോമറൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും റീഅറേഞ്ച്മെന്റ് അവിടെ നടക്കുന്നു. അപ്പോൾ സിട്രേറ്റിനെ റീഅറേഞ്ച് ചെയ്യുന്നു ഐസോസിട്രേറ്റ് ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ഒരു സ്ട്രക്ചറൽ ഐസോമറാണത്. കാരണം അതിൻ്റെ സ്ട്രക്ചറിൽ മാത്രമാണ് അവിടെ ചേഞ്ച് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന എൻസൈം എന്താണ്? അസോണിറ്റേസ്. അതാണ് ഇവിടെ വരുന്ന ആ ഒരു എൻസൈം എന്നുള്ളത്. ഓക്കെ, ആൻഡ് സ്റ്റെപ്പ് 3ലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിഡേഷൻ ഓഫ് ഐസോസിട്രേറ്റ് ടു ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ്. അതാണ് സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത്. അപ്പം ഐസോസിട്രേറ്റ് ഇവിടെ ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു ആൻഡ് ഇറ്റ് ഗെറ്റ്സ് റെഡ്യൂസ് ടു NAD+. അപ്പോൾ NAD+ നിന്ന് അത് NADH പോകുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഇറ്റ് റിലീസസ് എ മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു മോളിക്യൂൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയിൽ 5 കാർബൺ കോമ്പൗണ്ട് അവിടെ ഉണ്ടാകുന്നത്. നേരത്തെ നമ്മൾ അറിഞ്ഞു 6 കാർബൺ, ഫസ്റ്റ് സ്റ്റെപ്പിൽ അത് 6 കാർബൺ ഫോം ആകുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു കാർബൺ റിലീസ് ചെയ്യുമ്പോഴത്തേക്ക് 5 കാർബൺ കോമ്പൗണ്ട് അവിടെ വരുന്നത്. ദാറ്റ് ഈസ് ദി ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ്. ഓക്കെ, ആൻഡ് ഈ സ്റ്റെപ്പ് 3ൽ വരുന്ന എൻസൈമാണ് ഐസോസിട്രേറ്റ് ഹൈഡ്രോജനേസ്. ഇതൊരു കീ റെഗുലേറ്ററി സ്റ്റെപ്പാണ്. നമുക്കറിയാം ആ ഒരു റെഗുലേറ്ററി സ്റ്റെപ്പിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇനി സ്റ്റെപ്പ് 4 നമ്മൾ നോക്കുകയാണെങ്കിൽ കൺവേർഷൻ ഓഫ് ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ് ടു സക്സിൻസിൽ CoA. അപ്പോൾ ഇവിടെ ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ് സക്സിൻസിൽ CoA എൻസൈം ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഈ സ്റ്റെപ്പ് 4ൽ നമ്മൾ കാണുന്നത്. വീണ്ടും ഇവിടെ എന്താ പറയേണ്ടത്, ഈ ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റിൻ്റെ ഓക്സിഡേഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ അവിടെ നടക്കുന്നു. ആൻഡ് NAD+നെ വീണ്ടും NADH ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നു. വീണ്ടും അനദർ മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് റിലീസ്ഡ്. അതാണ് എന്താ പറയേണ്ടത്, സക്സിൻസിൽ CoA എന്ന് പറയുന്നത്. റൈറ്റ്. ആൻഡ് സ്റ്റെപ്പ് 5ൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ again conversion of succinyl CoA to succinate. അപ്പോൾ സക്സിൻസിൽ CoA സക്സിനേറ്റ് ആയിട്ട് അങ്ങ് മാറുന്നു. എഗെയിൻ എന്താ പറയേണ്ടത്, ഈ ഒരു റിയാക്ഷനിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 മോളിക്യൂൾ ഓഫ് GTP അല്ലെങ്കിൽ ATP ഇവിടെ ജനറേറ്റ് ആകുന്നു. ആൻഡ് ഈ ഒരു ജനറേഷൻ നടക്കുന്നത് ഇസ് ത്രൂ ദ സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്പ് 6ലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓക്സിഡേഷൻ ഓഫ് സക്സിനേറ്റ് ടു ഫ്യൂമറേറ്റ്. സക്സിനേറ്റ് ഫ്യൂമറേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ സക്സിനേറ്റ് ഓക്സിഡൈസ്ഡ് ആയിട്ട് ഫ്യൂമറേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ആ FAD ഇസ് റെഡ്യൂസ് ടു FADH2 ഈ ഒരു പ്രോസസ്സിൽ. ഓക്കെ, ഇനി സ്റ്റെപ്പ് 7ൽ നോക്കുകയാണെങ്കിൽ ഹൈഡ്രേഷൻ ഓഫ് ഫ്യൂമറേറ്റ് ടു മാലൈറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഹൈഡ്രേഷൻ സംഭവിക്കുന്നു ആൻഡ് ഹൈഡ്രേഷനിലൂടെ ഫ്യൂമറേറ്റ് മാലൈറ്റ് ആയി മാറും. അപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്ന എൻസൈം എന്ന് പറയുന്നത് ഫ്യൂമറേസ് ഇസ് ദ എൻസൈം ദാറ്റ് വർക്ക്സ് ഹിയർ. നമ്മൾ ഈ ഓരോ സ്റ്റെപ്സിലെയും എൻസൈംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമുക്കൊരു പക്ഷേ ഒരു ചോദ്യമായിട്ട് നമുക്ക് വരാം. ആൻഡ് അതേപോലെ ആ ഒരു കൺവേർഷനിൽ എന്ത് ഔട്ട്കം അവിടെ വരുന്നു എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതും ഒരു പക്ഷേ നമുക്കൊരു ചോദ്യമായിട്ട് വരാവുന്നതാണ്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ്, ആ ഒരു സ്റ്റെപ്പ് 8 നോക്കിയാൽ ഓക്സിഡേഷൻ ഓഫ് മാലേറ്റ് ടു ഓക്സാലോഅസിറ്റേറ്റ്. അപ്പോൾ ഇവിടെ മാലേറ്റിൻ്റെ ഓക്സിഡേഷൻ അവിടെ നടക്കുന്നു ആൻഡ് ഓക്സാലോഅസിറ്റേറ്റ് റീജനറേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ വീണ്ടും NAD+നെ ഇവിടെ റെഡ്യൂസ് ചെയ്ത് NADH ആകുന്നു ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. ഇവിടെ മാലേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ് ഇവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു എൻസൈം. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ സൈക്കിളിൽ എന്താ പറയേണ്ടത്, ഓരോ സൈക്കിൾ, ഈ സൈക്കിൾ ഓഫ് ദ സിട്രിക് ആസിഡ് സൈക്കിൾ ആക്ച്വലി പ്രോസസ്സസ് 1 മോളിക്യൂൾ ഓഫ് അസറ്റൈൽ CoA. അതാണ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ ഒരു സൈക്കിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സൈക്കിളിനകത്ത് 1 മോളിക്യൂൾ ഓഫ് അസറ്റൈൽ CoA ആണ് അവിടെ പ്രോസസ്സ് ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇസ് ദ പ്രൊഡക്ഷൻ ഓഫ് 3 NADH, 1 FADH2, 1 ATP or GTP along with 2 molecules of carbon dioxide. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ ഒരു എന്താ പറയേണ്ടത്, ഇതിൻ്റെ ആ ഒരു എൻഡ് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെ അത് എത്തുന്നു എന്നുള്ളത്. ഇനി ആ ഒരു എനർജി പ്രൊഡക്ഷൻ, സിട്രിക് ആസിഡിലെ എനർജി പ്രൊഡക്ഷൻ നമ്മൾ നോക്കിയാൽ ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞ എന്താ പറയേണ്ടത്, അസറ്റൈൽ CoA. അപ്പോൾ ഒരു
ഒരു അസറ്റൈൽ CO ആണല്ലോ ഒരു സൈക്കിളിൽ കംപ്ലീറ്റ് ആയിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ പെർ സൈക്കിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 NADH മോളിക്യൂൾസ് കംപ്ലീറ്റ് ആയിട്ട് ജനറേറ്റ് ആകുന്നു, 1 FADH2 മോളിക്യൂൾ അവിടെ വരുന്നു, 1 ATP OGTP മോളിക്യൂൾ അവിടെ വരുന്നു, 2 മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇതാണ് അവിടുത്തെ ആ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി പെർ ഗ്ലൂക്കോസ് മോളിക്യൂൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടേൺസ് ഓഫ് ദ സൈക്കിൾ ആണ് ശരിക്കും അവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ 2 ടേൺസ് കഴിയുമ്പോഴത്തേക്ക്, അതായത് ഒരു കംപ്ലീറ്റ് ആയി അതേപോലെ ഒന്നും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് വരുന്നത് 6 NADH മോളിക്യൂൾസ്, 2 FADH2 മോളിക്യൂൾസ്, 2 ATP or GTP മോളിക്യൂൾസ് ആൻഡ് 4 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് എന്നുള്ളതാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് NADHും FADH2ഉം ഇലക്ട്രോൺ ക്യാരിയേഴ്സ് ആണ് അല്ലേ. ഈ ഇലക്ട്രോൺ ക്യാരിയേഴ്സ് ഇത് ജനറേറ്റഡ് ആകുന്ന ആ ഒരു സൈക്കിളിൽ, ആൻഡ് ഇതിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു സെല്ലുലാർ റെസ്പിറേഷനിലാണ്, വിച്ച് ഹാപ്പൻസ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റേജ്. ആൻഡ് ആ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അവിടെയാണ് ശരിക്കും ആ ഒരു സെല്ലുലാർ റെസ്പിറേഷൻ അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ ഇവർ ചെയ്യുന്നത്, ദേ ഡൊണേറ്റ് ഇലക്ട്രോൺസിനെ അവിടെ ഡൊണേറ്റ് ചെയ്യുകയാണ്, ആൻഡ് ദാറ്റ് ലീഡ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് എ ലാർജ് എമൗണ്ട് ഓഫ് ATP. ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ATP അവിടെ ഉണ്ടാകുന്നു, മേക്കിംഗ് ദിസ് സിട്രിക് ആസിഡ് സൈക്കിൾ എസെൻഷ്യൽ ഫോർ എയറോബിക് എനർജി പ്രൊഡക്ഷൻ. നമുക്കതിപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. ഇനി ഈ ഒരു സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പ്രാധാന്യം നമ്മൾ നോക്കുകയാണെങ്കിൽ, ഒന്ന് എനർജി പ്രൊഡക്ഷൻ തന്നെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് ഉള്ളത് നമുക്ക് കാണാം. മറ്റൊന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡക്ഷൻ. അപ്പോൾ പ്രൈമറി സോഴ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ദാറ്റ് ഇസ് എക്സേൽഡ് അല്ലേ, നമ്മൾ ശ്വസിക്കുമ്പോഴത്തേക്ക് പുറത്തേക്ക് പോകുന്നു ആസ് എ വേസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ. അതേപോലെ ബയോസിന്തസിസ് പ്രിക്കേഴ്സേഴ്സ്. അപ്പോൾ ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് പ്രിക്കോഴ്സേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ആ ഒരു ബയോസിന്തറ്റിക് പാത്വേസിനുള്ളത്. അപ്പോൾ ഇൻ്റർമീഡിയറീസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു സൈക്കിളിൽ നിന്ന് ഉള്ള ഇൻ്റർമീഡിയറീസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ആൻഡ് ഓക്സാലോ അസിറ്റേറ്റ്, ഇത് ഇവിടുത്തെ ഇൻ്റർമീഡിയറീസ് ആണ്. ദീസ് അഗെയിൻ ബിക്കം പ്രീകേഴ്സേഴ്സ് ഫോർ ദ സിന്തസിസ് ഓഫ് അമിനോ ആസിഡ്സ്. അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നതാണ്, അല്ലെങ്കിൽ അത് മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് എന്താ പറയണ്ടേ, അമിനോ ആസിഡ്സ് അവിടെ ജനറേറ്റ് ആകുന്നു, ആൻഡ് ഇത് അതിനുള്ള ഒരു പ്രിക്കേഴ്സേഴ്സ് ആകുന്നു. അമിനോ ആസിഡ്സിന് മാത്രമല്ല, ന്യൂക്ലിയോടൈഡ്സിനും അതേപോലെ മറ്റ് പ്രധാനപ്പെട്ട ബയോമോളിക്യൂൾസിനും ഇത് വരും. അപ്പോൾ സെല്ലുലാർ ബയോസിന്തസിസിലും ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ സിട്രിക് ആസിഡ് സൈക്കിളിന് അവിടെയും പ്രാധാന്യമുണ്ട്. ഇനി അതിൻ്റെ ഒരു മെറ്റബോളിക് ഇൻറ്റഗ്രേഷൻ എങ്ങനെ നടക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ മറ്റ് മെറ്റബോളിക് പാത്വേസുമായിട്ടുള്ള ഇതിൻ്റെ ആ ഒരു കണക്ഷൻ വരുന്നതെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു പാത്വേ അല്ല. ഇറ്റ് ഈസ് ഇൻ്റർകണക്റ്റഡ് വിത്ത് ഗ്ലൈക്കോളിസിസ് അല്ലേ. ഇത് ഗ്ലൈക്കോളിസിസുമായിട്ട് ഇൻ്റർകണക്റ്റഡ് ആണ്, ഫാറ്റി ആസിഡ് ഓക്സിഡേഷനുമായിട്ട് ഇൻ്റർകണക്റ്റഡ് ആണ്, അതേപോലെ അമിനോ ആസിഡ് കാറ്റബോളിസത്തിലും ഇത് ഇൻ്റർകണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അപ്പം ഈ അസറ്റൈൽ CoA എൻസൈം, അപ്പോൾ ഈ അസറ്റൈൽ CoA അല്ലേ ദ മോളിക്യൂൾ ദറ്റ് എൻറ്റേഴ്സ് ദ സൈക്കിൾ, അവിടെ നിന്നല്ലേ ഇത് ആക്ച്വലി അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. This can be derived from carbohydrates, fats, proteins. ഈ അസറ്റൈൽ CoA എൻസൈം അതുകൊണ്ടല്ലേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താ പറയേണ്ടത്, എവിടെ നിന്നൊക്കെ വരുന്നു, കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് വരുന്നു, ഫാറ്റ്സിൽ നിന്ന് വരുന്നു, പ്രോട്ടീൻസിൽ നിന്നും വരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത് ഇറ്റ് ബിക്കംസ് സെൻട്രൽ ഹബ്ബായിട്ട് മാറും മെറ്റബോളിക് ഇൻറ്റഗ്രേഷന് വേണ്ടിയിട്ടുള്ള. ഇൻറ്റഗ്രേഷൻ, യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇൻറ്റഗ്രേഷൻ ഇസ് റൈറ്റ്. അപ്പം ഒന്നിന് അടുത്ത ഒരു മെറ്റബോളിക് പാത്വേക്കുള്ള ഒരു ഫൗണ്ടേഷൻ ആകുന്നു ഈ ഒരെണ്ണം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ റെഗുലേഷൻ അല്ലെങ്കിൽ റെഗുലേറ്ററി എൻസൈംസ്. അപ്പോൾ അതിനകത്ത് നമുക്ക് എന്താ പറയേണ്ടത്, ഈ സിട്രിക് ആസിഡ് സൈക്കിൾ അത് ഒരു ഇറ്റ് ഈസ് അണ്ടർ ടൈറ്റ് റെഗുലേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്തിനാണ് ഇത് ഇവിടെ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്, സെല്ലിൻ്റെ എനർജി റിക്വയർമെൻ്റ് അനുസരിച്ച് മാത്രമേ ഇത് പ്രവർത്തിക്കാവുള്ളൂ. അപ്പോൾ സെല്ലിന് ആവശ്യമില്ലാത്ത എനർജി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടുത്തെ കീ റെഗുലേറ്ററി എൻസൈംസ്, അപ്പോൾ അതിനകത്ത് സിട്രേറ്റ് സിന്തേസ് വരുന്നുണ്ട്, ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ് വരുന്നുണ്ട്, ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ഡീഹൈഡ്രോജനേസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് എന്താ പറയേണ്ടത്, ഈ ഒരു സൈക്കിളിൻ്റെ റേറ്റിനെ അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡിനെ അല്ലെങ്കിൽ അത് എന്തുമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് വി ഓൾസോ ഹാവ് ദിസ് അല്ലേ, അലോസ്റ്ററിക് റെഗുലേഷൻ. അപ്പം അലോസ്റ്ററിക് റെഗുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ATP ആൻഡ് NADH അതാണ് ഇവിടെ ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടത്, അതെന്താ ചെയ്യുന്നത്, ആക്ച്വലി അത് ഒരു സിഗ്നൽ പുറപ്പെടുവിക്കുവാണ്, സിഗ്നലിംഗ് ദ സഫിഷ്യൻറ്റ് എനർജി സ്റ്റേറ്റ്, അതായത് എനർജി ആവശ്യത്തിനുള്ളത് ആയി എന്ന തിരിച്ച് ഒരു ഇൻഫർമേഷൻ അവിടെ കൊടുക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ATP ആൻഡ് NAD+ എന്ന് പറയുന്നത് ദേ ആക്ട് ആസ് ആക്ടിവേറ്റേഴ്സ്. അപ്പം എനർജി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അത് എനർജി ആവശ്യമുണ്ട് എന്നുള്ള സിഗ്നൽ കൊടുക്കുന്നത് ATPയും NAD+ഉം ആണ്. അതാണ് ഈ അലോസ്റ്ററിക് റെഗുലേഷൻ എന്നത് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ വി ഓൾസോ ഹാവ് ദ പ്രോഡക്റ്റ് ഇൻഹിബിഷൻ. അപ്പോൾ പ്രോഡക്റ്റ് അക്യുമുലേഷൻ ഓഫ് ഇന്റർമീഡിയറീസ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ സിട്രേറ്റ്, ദിസ് ക്യാൻ സ്ലോ ദ സൈക്കിൾ. അപ്പോൾ ഈ ഇന്റർമീഡിയറീസ് അക്യുമുലേറ്റ് ചെയ്താൽ അത് സൈക്കിളിനെ കംപ്ലീറ്റ്ലി സ്ലോ ആക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് റീഡയറക്ട്സ് അസറ്റൈൽ CoA ടു അതർ പാത്വേസ് ലൈക്ക് ഫാറ്റി ആസിഡ് സിന്തസിസ്. അപ്പോൾ അതാണ് പ്രോഡക്റ്റ് ഇൻഹിബിഷൻ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഇസ് ഗ്ലൂക്കോനിയോജെനസിസ്. അതാണ് അടുത്ത മെറ്റബോളിക് പാത്വേ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഈ സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ ഒരു സമ്മറി ഒരു ടേബിൾ ഫോമിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ നോട്ട്സിൽ അതുണ്ട്. ആ ഒരു ടേബിൾ ഫോം ഒന്ന് നോക്കുമ്പോഴത്തേക്ക് യു വിൽ ഹാവ് എ വെരി ക്ലിയർ ഐഡിയ, അല്ലെങ്കിൽ ഒരു ക്വിക്ക് റിമൈൻഡർ എന്ന നിലയിൽ നമുക്ക് നോക്കുന്നതിന് ആ ടേബിൾ ഫോം നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളതാണ് മറ്റൊരു സംഗതി. ഓക്കെ, സോ വാട്ട് ഈസ് ദിസ് ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുന്നത്? അപ്പോൾ ദിസ് ഇസ് എ മെറ്റബോളിക് പാത്വേ ത്രൂ വിച്ച് ബോഡി ജനറേറ്റ്സ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സസ്. അപ്പോൾ ഇതുവരെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് സോഴ്സസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം നോൺ കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്യുന്നതിനാണ് ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് ശരിക്കും അതിനെ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സസ് എന്ന് പറയുന്നത്? അമിനോ ആസിഡ്സ് അവിടെ വരുന്നുണ്ട്, ലാക്ടേറ്റ് അവിടെ വരുന്നുണ്ട്, ഗ്ലിസറോൾ അതിനകത്ത് അവിടെ വരുന്നുണ്ട്. ആൻഡ് ഈ പ്രോസസ്സിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? സ്പെസിഫിക്കലി നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന ആ ഒരു സമയത്ത്, ഇനി അതും അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് തന്നെ ഇൻസഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു സമയത്തും ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ അവസരങ്ങളിലൊക്കെ ഈ ഗ്ലൂക്കോനിയോജെനസിസ് ഉറപ്പുവരുത്തും ദാറ്റ് ദെർ ഇസ് എ സ്റ്റഡി അല്ലെങ്കിൽ കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗ്ലൂക്കോസ് ഫോർ ടിഷ്യൂസ്. അപ്പോൾ അതായത് ഈ ഗ്ലൂക്കോസിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ടിഷ്യൂസിന് ഒരു കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് ഗ്ലൂക്കോസ് അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു മെറ്റബോളിക് പാത്വേ ആണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്താ പറയേണ്ടത്, ബ്രെയിൻ ഇസ് സച്ച് എ തിങ് അല്ലേ. ആൻഡ് അതേപോലെ റെഡ് ബ്ലഡ് സെൽസ്, അതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ദാറ്റ് ആക്ച്വലി ഡിപ്പെൻഡ് ഓൺ ദീസ് ഗ്ലൂക്കോനിയോജെനസിസ് എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എസെൻഷ്യലി ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി അധികം സ്റ്റെപ്സ് ഓഫ് ഗ്ലൈക്കോളിസിസ് റിവേഴ്സ്ഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗ്ലൈക്കോളിസിസിൻ്റെ ഒരുപാടധികം സ്റ്റെപ്സ് ഇവിടെ റിവേഴ്സ്ഡ് ആകുന്നു. ബട്ട് അതിന് വളരെയധികം യുണീക്ക് ആയിട്ടുള്ള എൻസൈംസ് വേണം ആ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സ്റ്റെപ്സിനെ എന്താ പറയേണ്ടത് ബൈപ്പാസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ട്. അവർ എന്താ പറയേണ്ടത് ഗ്ലൈക്കോളിറ്റിക് പാത്വേയുടെ സ്റ്റെപ്സിനെ. ഓക്കെ, so now if we look at a quick description of gluconeogenesis, ഞാൻ ഓൾറെഡി അതിൻ്റെ ആ ഒരു പേർപ്പസ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ ക്വിക്കായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ this is a metabolic pathway that synthesizes glucose from non-carbohydrate precursors. ഓക്കെ, നോൺ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള സംഗതികളിൽ നിന്ന് വരുന്നത്. ആൻഡ് ഏതൊക്കെയാണ് ആ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പോഴൊക്കെയാണ് ആ ഒരു കാർബോഹൈഡ്രേറ്റ് ഇല്ലാതെ വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞ്, ഒരു പക്ഷേ എന്താ പറയേണ്ടത്,
ആ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ലോ ആകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫാസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഇൻടേക്ക് കുറയുന്ന ആ സിറ്റുവേഷനിലൊക്കെ ഇത് പ്രയോജനമായിട്ട് വരും എന്നുള്ളത്. ഇനി അതിൻ്റെ ആ ഒരു ലൊക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാത്ത് വേ പ്രൈമറിലി ഇറ്റ് ഹാപ്പൻസ് അല്ലെങ്കിൽ ഒക്കേഴ്സ് ഇൻ ദ ലിവർ എന്ന് പറയാം. ആൻഡ് ഒരു പരിധി വരെ, ഒരു ലെസർ എക്സ്റ്റെൻഡ്, ഒരു പരിധി വരെ കിഡ്നീസിലും അത് നടക്കുന്നു. അപ്പോൾ പ്രൈമറി ആയിട്ട് ഇത് ലിവറിൽ നടക്കുന്നു ആൻഡ് ഒരു പരിധി വരെ അത് കിഡ്നിയിലും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് നടക്കുന്ന ആ ഒരു സമയത്ത് കിഡ്നീസ് ശരിക്കും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും ആ ഒരു ഗ്ലൂക്കോസ് പ്രൊഡക്ഷനെ. കാരണം ഈ ഒരു സമയത്ത് ലിവർ ഗ്ലൈക്കോജൻ ആക്ച്വലി സ്റ്റോഴ്സ്, അല്ലെങ്കിൽ ആ ലിവറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജൻ ഡിപ്ലീറ്റഡ് ആയി പോവും പ്രൊലോങ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫാസ്റ്റിംഗ് നടക്കുന്ന ആ ഒരു സമയത്ത്. അപ്പോഴാണ് കിഡ്നീസിന് അല്ലെങ്കിൽ കിഡ്നി അവിടെ കൂടുതലായിട്ട് എന്താ പറയേണ്ടത്, ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് മറ്റൊരു സംഗതി എന്ന് ഞാൻ നേരത്തെ ഇത് പറഞ്ഞതാണ്, നോൺ കാർബോഹൈഡ്രേറ്റ് പ്രിക്കേഴ്സേഴ്സ് ആണ്. അപ്പം അമിനോ ആസിഡ്സിൽ നിന്നും, ലാക്ടേറ്റിൽ നിന്നും, ഗ്ലിസറോളിൽ നിന്നുമൊക്കെ ഇതിൻ്റെ എന്താ പറയേണ്ടത് ഒരു സിന്തസിസ് നടക്കുന്നു. അപ്പം അമിനോ ആസിഡ്സ് നോക്കിയാൽ പ്രത്യേകിച്ചും അലനിൻ ആൻഡ് ഗ്ലൂട്ടാമിൻ, അതേപോലെ ഫ്രം അനറോബിക് ഗ്ലൈക്കോളിസിസ്, ഇത് ഇറ്റ് ഈസ് റീസൈക്കിൾഡ് വയ ദ കോറി സൈക്കിൾ എന്നുള്ളതാണ്. കോറി സൈക്കിൾ മീൻസ് ലൈക്ക് എന്താ പറയേണ്ടത്, ലാക്ടേറ്റ് ഇസ് ട്രാൻസ്പോർട്ടഡ് ടു ദ ലിവർ, ഓക്കെ, വെർ ഇറ്റ് ഇസ് കൺവേർട്ടഡ് ബാക്ക് ടു ഗ്ലൂക്കോസ്. അതാണ്. അപ്പോൾ ലാക്ടേറ്റ് എവിടെയാണ്? ലാക്ടേറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ മസിൽസ് അല്ലേ. ആ ഒരു അനറോബിക് ഗ്ലൈക്കോളിസിസിൽ മസിൽസിൽ ലാക്ടേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ലാക്ടേറ്റ് ലിവറിലേക്ക് പോകുന്നു, അത് അവിടെ നിന്ന് വീണ്ടും ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് മാറുന്നു. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് ദി കോറി സൈക്കിൾ. ആൻഡ് ഗ്ലിസറോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഗ്ലിസറോൾ ഇസ് ഐഡിയലി റിലീസ് ഫ്രം ദ ബ്രേക്ക് ഡൗൺ ഓഫ് ട്രൈഗ്ലിസറൈഡ്സ്. അപ്പോൾ ട്രൈഗ്ലിസറൈഡ്സ് അഡിപ്പോസ് ടിഷ്യൂവിൽ. ആൻഡ് ഗ്ലിസറോളിൻ്റെ പ്രധാന പണി എന്താണ്? ഇറ്റ് സെർവ്സ് ആസ് എ കാർബൺ സോഴ്സ് ഫോർ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ഇൻ ദ ലിവർ. അപ്പോൾ അങ്ങനെയാണ് ഗ്ലിസറോളിൻ്റെ പങ്ക് ശരിക്കും അവിടെ വരുന്നത് എന്ന് നമുക്ക് കാണാം. Now we will look at what is the process of gluconeogenesis. ഒരു പ്രോസസ്സ് ഇനിയിപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഗ്ലൈക്കോളിസിസിൻ്റെ ഒരു റിവേഴ്സ് പ്രൊസീജിയർ എന്നുള്ള ഒരു നിലയിൽ അല്ലേ. അപ്പോൾ ഇതൊരു വെറും ഒരു റിവേഴ്സൽ ഓഫ് ഗ്ലൈക്കോളിസിസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ഡൗൺ അല്ല ഇവിടെ ഈ നടക്കുന്നത്. കാരണം ചില സ്റ്റെപ്സ് ഇൻ ദ ഗ്ലൈക്കോളിസിസ് ആർ ഇറിവേഴ്സിബിൾ. പക്ഷേ ഇവിടെ നമുക്ക് ഒരു റിവേഴ്സ് പ്രൊസീജിയർ നടക്കുകയും വേണം. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയേണ്ടത്, ഈ സ്റ്റെപ്സ് ടു ഗെറ്റ് അറൗണ്ട് ദീസ് സ്റ്റെപ്സ് ഗ്ലൂക്കോനിയോജെനസിസ് ചില ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻസൈംസിനെ ഇവിടെ ഉപയോഗിക്കുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓൾട്ടർനേറ്റീവ് റിയാക്ഷൻസിനെയും അത് യൂസ് ചെയ്യുന്നുണ്ട് ടു മൂവ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ. അപ്പോൾ ചില ചേഞ്ചസ് ഇവിടെ വരുത്തുന്നുണ്ട്. ആ ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സ്റ്റേജ് വരുമ്പോഴത്തേക്ക്, അതായത് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സ്റ്റേജ് വരുമ്പം അത് മറ്റൊരു റൂട്ട് എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു എന്താ പറയേണ്ട ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സ്റ്റെപ്സിനെ ബൈപ്പാസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ബൈപ്പാസിൻ്റെ സ്റ്റെപ്പ് 1 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കൺവേർഷൻ ഓഫ് പൈറുവേറ്റ് ടു ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് അല്ലെങ്കിൽ PEP. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും ഈ സംഭവിക്കുന്നത്? ഈ പൈറുവേറ്റ് എന്ന് പറയുന്നത് 3 കാർബൺ മോളിക്യൂൾ അല്ലേ. ഇതിനെ ആദ്യം ഇറ്റ് ഇസ് ടേൺഡ് ഇൻ ടു ഓക്സാലോ അസിറ്റേറ്റ് ഇൻ ദ മൈറ്റോകോൺട്രിയ. ആൻഡ് ഇത് ചെയ്യുന്നത് പൈറുവേറ്റ് കാർബോക്സിലേസ് ആണ്. ആ ഒരു എൻസൈമാണ് ഈ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് അവിടെ ചെയ്യുന്നത്. ആൻഡ് ഈ ഓക്സാലോ അസിറ്റേറ്റിനെ then it is converted into PEP by another enzyme, and ഈ എൻസൈമിൻ്റെ പേരാണ് PEPCK എന്ന് ഞാനിവിടെ കൊടുത്തേക്കുന്നല്ല. ആൻഡ് ദിസ് ഹാപ്പൻസ് ഇൻ ദ സൈറ്റോപ്ലാസം. അപ്പോൾ PEPCK എന്ന് പറയുമ്പോഴത്തേക്ക് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബോക്സി കൈനേസ്. അതാണ് നിങ്ങളുടെ നോട്ട്സിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ്. അപ്പോൾ ഇവിടെ എനർജി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ ഇറ്റ് റിക്വയർസ് എനർജി ആൻഡ് ദാറ്റ് ഇസ് ഇൻ ദ ഫോം ഓഫ് ATP അല്ലെങ്കിൽ GTP എന്ന രീതിയിൽ ഉള്ള എനർജി അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് അഗെയിൻ അനദർ മേജർ കൺട്രോൾ പോയിന്റ് ഈ ഒരു ഗ്ലൂക്കോനിയോജെനസിസ്.
ഇനി ആ ഒരു ബൈപാസിങ്ങിൻ്റെ സ്റ്റെപ്പ് 2 നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, ആ ഒരു ബൈപാസിങ്ങിൻ്റെ സ്റ്റെപ്പ് 2-ൽ എന്താ ചെയ്യുന്നത്, ഇവിടെ നടക്കുന്നത് ഇസ് ദ കൺവേർഷൻ ഓഫ് ഫ്രക്ടോസ് 1,6-ബൈഫോസ്ഫേറ്റ് ടു ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ്. അപ്പോൾ ഇവിടെ എന്താ ശരിക്കും നടക്കുന്നത്, ഈ ഗ്ലൈക്കോളിസിസിൽ ഈ ഒരു എൻസൈം ഉണ്ടല്ലോ PFK1 എന്ന് നമ്മൾ പറഞ്ഞത്, ഫോസ്ഫോ ഫ്രക്ടോ കൈനേസ് 1 എന്ന് പറയുന്ന എൻസൈം, ഇറ്റ് കൺവേർട്സ് ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് ഇൻറ്റു ഫ്രക്ടോസ് 1,6-ബൈഫോസ്ഫേറ്റ്. ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ്. അപ്പോൾ ഗ്ലൂക്കോനിയോജനസിസിൽ എന്താ സംഭവിക്കുന്നത്, ദ എൻസൈം ദാറ്റ് ഇസ് ഫ്രക്ടോസ് 1,6-ബൈഫോസ്ഫേറ്റ്, ഇറ്റ് റിമൂവ്സ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അവിടെ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ എടുത്തു മാറ്റുന്ന ഈ ഫ്രക്ടോസ് 1,6-ബൈഫോസ്ഫേറ്റിൽ നിന്ന്. അങ്ങനെ ഇറ്റ് ഇസ് ടേൺഡ് ബാക്ക് ടു ഫ്രക്ടോസ് 6-ഫോസ്ഫേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്, ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ കെയർഫുള്ളി കൺട്രോൾഡ് ആണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ലെവൽസ് ഓഫ് AMP. AMP എന്ന് പറയുന്നത് എന്താ, സിഗ്നൽസ് ഓഫ് ലോ എനർജി എന്നുള്ളതാണ്. അപ്പോൾ AMP മാത്രമല്ല, ATP, സിഗ്നൽസ് ഓഫ് ഹൈ എനർജി. ഓക്കെ, ആൻഡ് സിട്രേറ്റ്, ഇത് മൂന്നും കൂടിയാണ് ശരിക്കും ഇതിനെ സ്വാധീനിക്കുന്നത് എന്നുള്ള, അതിൻ്റെ ആ ഒരു കൺട്രോൾ വരുത്തുന്നത് ഇതാണ്. ഇനി ആ ഒരു ബൈപ്പാസിൻ്റെ സ്റ്റെപ്പ് 3 നമ്മൾ നോക്കുകയാണെങ്കിലോ, എഗെയിൻ കൺവേർഷൻ ഓഫ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ടു ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ഗ്ലൂക്കോസിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് എന്ന എൻസൈം ഇറ്റ് റിമൂവ്സ് എ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഫ്രം ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ഫ്രീ ഗ്ലൂക്കോസ് ആയിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ആൻഡ് ഈ ഫ്രീ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ നൗ ലീവ് ദ ലിവർ ഓർ കിഡ്നീസ് ആൻഡ് ഡയറക്ട്ലി അതിന് ബ്ലഡ് സ്ട്രീമിൽ കയറാം എന്നുള്ളതാണ്. ആൻഡ് ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഈ ഒരു സ്റ്റെപ്പ് ഉറപ്പ് വരുത്തുന്നത് ദാറ്റ് ഗ്ലൂക്കോസ് ക്യാൻ ബി റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് ടു മെയിൻറ്റെയിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു ആവശ്യം, ആ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് ലോ ആകുമ്പോഴത്തേക്ക് അത് സംഭവിക്കുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഇല്ല എങ്കിൽ ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് വുഡ് ആക്ച്വലി റിമെയിൻ ട്രാപ്ഡ് ഇൻസൈഡ് ദ സെൽസ്. കാരണം അതിന് ആ സെൽ മെംബ്രെയിൻസ് ക്രോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഓവറോൾ റിയാക്ഷനും എനർജി റിക്വയർമെൻറ്റ്സും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഈ ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറയുന്നത് ഒരു എനർജി ഡിമാൻഡിങ് പ്രോസസ്സാണ്. അപ്പോൾ ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതിന് അതിന് 6 ഹൈ എനർജി ഫോസ്ഫേറ്റ് ബോൺഡ്സ് വേണം. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, 4 ATP മോളിക്യൂൾസ് ആൻഡ് 2 GTP മോളിക്യൂൾസ് അവിടെ യൂസ് ചെയ്യുന്നു. And 2 NADH molecules, they provide electrons for the chemical reactions. And ഈ എനർജി എവിടെ നിന്ന് വരുന്നു എന്നുള്ളതല്ലേ നമ്മുടെ അടുത്ത ചിന്ത. ഈ ഗ്ലൂക്കോനിയോജനസിസിനുള്ള എനർജി ആക്ച്വലി കംസ് മെയിൻലി ഫ്രം ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫാറ്റി ആസിഡ്സ്. അപ്പോൾ ഈ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ സ്റ്റാവേഷൻ ഒക്കെ നടക്കുന്ന ആ ഒരു സമയത്താണല്ലോ ഫാറ്റ്സ് ഗെറ്റ് ബ്രോക്കൺ ഡൗൺ ടു പ്രൊഡ്യൂസ് ATP ആൻഡ് NADH. അതാണ് ഈ ഗ്ലൂക്കോനിയോജനസിസിനെ ആക്ച്വലി ഫ്യൂവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ സംഭവിക്കാൻ വേണ്ട എനർജി അവിടെ കൊടുക്കുന്നത് എന്നാണ്. ഓക്കെ, സോ നൗ ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ്, ഗ്ലൂക്കോനിയോജനസിസിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് നോക്കിയാൽ, ഒന്ന് ആ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ആൻഡ് ദെൻ ആ ഒരു ഫാസ്റ്റിങ്ങിനുള്ള ഒരു അഡാപ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ലിവറിലുള്ള ആ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുള്ള ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത് ഒരു 24 മുതൽ 48 മണിക്കൂർ കൊണ്ട് അത് കംപ്ലീറ്റ്ലി അങ്ങ് തീരും. ആ ഒരു ഗ്ലൈക്കോജൻ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് യൂസ്ഡ് അപ്പ് ആകുന്ന സമയത്ത് glyconeogenesis actually becomes the primary mechanism for maintaining blood glucose levels. Okay, and it also support during exercise. ഇത് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ലാക്ടേറ്റ് അക്യുമുലേറ്റ് ചെയ്യും അല്ലേ മസിൽസിൽ. കാരണം ആ ഒരു എനറോബിക് ഗ്ലൈക്കോളിസിസ് അവിടെ നടക്കുന്നു. അപ്പോൾ ലാക്ടേറ്റ് അവിടെ അക്യുമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് ഈ അക്യുമുലേറ്റ് ചെയ്ത ലാക്ടേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ബാക്ക് ഇൻ ടു ഗ്ലൂക്കോസ് വയ ഗ്ലൂക്കോസ് ഇൻ ദ ലിവർ.
ആൻഡ് ആ ഒരു പ്രോസസ്സിനാണ് കോറി സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, തിരിച്ചത് ഗ്ലൂക്കോസ് ആകുമ്പോഴത്തേക്ക് അതിന് ആ ഒരു ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ആ ഒരു അഡീഷണൽ എനർജി റിക്വയർമെൻറ്റ് അവിടെ മീറ്റ് ചെയ്യും അല്ലേ. ആൻഡ് മറ്റ് മെറ്റബോളിക് പാത്വേസുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നമ്മൾ, അല്ലെങ്കിൽ അതിൻ്റെ ഇൻറ്റർപ്ലേ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുന്നത് ലിപ്പിഡ് മെറ്റബോളിസം, ഫാറ്റ്സ് ലിപ്പിഡ് മെറ്റബോളിസവുമായിട്ട് വളരെ ക്ലോസ്ലി ലിങ്ക്ഡ് ആണത്. അപ്പോൾ ഫാസ്റ്റിംഗ് സമയത്ത് ട്രൈഗ്ലിസറൈഡ്സ്, അതായത് അഡിപ്പോസ് ടിഷ്യൂസിലുള്ള ട്രൈഗ്ലിസറൈഡ്സ്, ദീസ് ആർ ബ്രോക്കൺ ഡൗൺ ഇൻ ടു ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്സ്. അത് ഗ്ലിസറോളും ഫാറ്റി ആസിഡ്സും ആയിട്ട് മാറുന്നു. And glycerol is again used as a substrate for gluconeogenesis എന്നുള്ളതാണ്. ആൻഡ് ഫാറ്റി ആസിഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിലോ ഇത് ഓക്സിഡൈസ് ചെയ്യപ്പെടും ഫാറ്റി ആസിഡ്സ്, ആൻഡ് നമുക്ക് ATP അവിടെ നിന്ന് ലഭിക്കും. ആൻഡ് ATP നീഡഡ് ഫോർ ദ ഈ ഒരു ഗ്ലൂക്കോനിയോജെനസിസിൻ്റെ ആ ഒരു എന്താ പറയേണ്ടത്, ആ ഒരു പാത്വേ നടക്കുന്നതിന് വേണ്ട എനർജി ശരിക്കും ഈ ഫാറ്റി ആസിഡ്സിൻ്റെ ഓക്സിഡേഷനിലൂടെ ലഭിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ റെഗുലേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ദർ ഇസ് എ ഹോർമോണൽ റെഗുലേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുന്നത് ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ഹോർമോൺസ് തന്നെയാണ്. ആൻഡ് ഇവിടെ ആ ഹോർമോൺസ് ആണ് ശരിക്കും ആ ഒരു എനർജി നീഡ്സ്, ശരീരത്തിൻ്റെ എനർജി നീഡ്സിനുള്ള സിഗ്നൽ കൊടുത്ത് ഇതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അതിൽ ഒരു സംഗതി എന്ന് പറയുന്നത്, ഒരു ഹോർമോൺ എന്ന് പറയുന്നത് ഇസ് ഗ്ലൂക്കഗോൺ. അപ്പോൾ ഈ ഒരു ഹോർമോൺ ചെയ്യുന്ന എന്താണ്, ദിസ് ഇസ് റിലീസ്ഡ് ബൈ ദ പാൻക്രിയാസ് ഡ്യൂറിങ് ഫാസ്റ്റിംഗ്. അപ്പോൾ ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ലോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് വരുമ്പോഴത്തേക്ക് ഗ്ലൂക്കഗോൺ ഇസ് റിലീസ്ഡ് എന്നുള്ളതാണ്. ആൻഡ് ദിസ് സ്റ്റിമുലേറ്റ്സ് ഗ്ലൂക്കോനിയോജെനസിസ് ഇൻ ദ ലിവർ, ആ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് റൈസ് ചെയ്ത് കൊണ്ടുവരുന്നതിന് വേണ്ടി. മറ്റൊരു ഹോർമോൺ എന്ന് പറയുന്നത് ഇസ് കോർട്ടിസോൾ. കോർട്ടിസോൾ എന്ന് പറയുന്ന ഒരു സ്ട്രെസ് ഹോർമോൺ ആണ് അല്ലേ. അപ്പോൾ കോർട്ടിസോളും ഈ ഒരു ഗ്ലൂക്കോനിയോജെനസിസിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ബൈ ഇൻക്രീസിങ് ദ അവൈലബിലിറ്റി ഓഫ് അമിനോ ആസിഡ്സ് ഫ്രം മസിൽ പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ. മസിൽ പ്രോട്ടീൻ്റെ ബ്രേക്ക് ഡൗണിലൂടെ അമിനോ ആസിഡ്സിൻ്റെ അവൈലബിലിറ്റി അവിടെ ഇൻക്രീസ് ചെയ്യും. നമുക്കറിയാം അമിനോ ആസിഡ്സ് ഇതിനൊരു ഒരു 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 ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് ആണെന്നുള്ളത് നമുക്കറിയാം. ആൻഡ് അഗെയിൻ വി ഹാവ് ഇൻസുലിൻ ഹിയർ. അപ്പോൾ ദിസ് വർക്ക്സ് ഇൻ കോൺട്രാസ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇൻസുലിൻ ആക്ച്വലി ഒരു ഇൻഹിബിറ്റർ ആണ് എന്ന്, ഇറ്റ് ഇൻഹിബിറ്റ്സ് ഗ്ലൂക്കോനിയോജെനസിസ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇൻസുലിൻ ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നു ബൈ പ്രൊമോട്ടിങ് ദ സ്റ്റോറേജ് ഓഫ് ഗ്ലൂക്കോസ്. ഇൻസുലിൻ എന്താ ചെയ്യുന്നത്, ഗ്ലൂക്കോസിൻ്റെ സ്റ്റോറേജിനെ അവിടെ പ്രൊമോട്ട് ചെയ്യുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം ആ ഒരു പ്രോട്ടീൻസിൻ്റെയും ഫാറ്റ്സിൻ്റെയും ബ്രേക്ക് ഡൗണിനെ അവിടെ സപ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇവിടുത്തെ അലോസ്റ്ററിക് റെഗുലേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, അപ്പോൾ ഈ ഗ്ലൂക്കോനിയോജെനസിസിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈംസ് ഉണ്ടല്ലോ, ദീസ് ആർ ഓൾസോ റെഗുലേറ്റഡ് അലോസ്റ്ററിക്കലി. ഓക്കെ, പല മെറ്റബോഡീസ് ആണ് ശരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ അതിലൊന്ന് ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ്. അപ്പോൾ ദിസ് ഇസ് അഗെയിൻ ഇൻഹിബിറ്റഡ് ബൈ AMP. ഇൻഹിബിറ്റഡ് ബൈ AMP എന്ന് പറയുമ്പോഴത്തേക്ക് ലോ എനർജി ലെവൽസിൻ്റെ ഒരു ഇൻഡിക്കേഷൻ അവിടെ അല്ലേ. ആൻഡ് ഇതിൻ്റെ സ്റ്റിമുലേഷൻ നടക്കുന്നത് ഇസ് ബൈ സിട്രേറ്റ്. അപ്പോൾ സിട്രേറ്റ് ഇത് എങ്ങനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്, ബൈ ഇൻഡിക്കേറ്റിംഗ് അവൈലബിലിറ്റി ഓഫ് ഇൻ്റർമീഡിയറീസ് ഓഫ് ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ. അതിൻ്റെ ഇൻ്റർമീഡിയറീസ് അവൈലബിൾ ആണെന്ന് കാണിച്ചുകൊണ്ടാണ് അത് അവിടെ ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം പൈറുവേറ്റ് കാർബോക്സിലേസ് ആൻഡ് PCK, അതിൻ്റെ കാര്യം ഈ എൻസൈംസ് എന്ന് പറയുന്നത് ദീസ് ആർ സ്റ്റിമുലേറ്റഡ് ബൈ അസറ്റൈൽ CoA എൻസൈം. ആൻഡ് ഇവിടെ കൊടുക്കുന്ന സിഗ്നൽ എന്താണ്, സിഗ്നൽസ് ദ അവൈലബിലിറ്റി ഓഫ് എനർജി ഫ്രം ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ. ഫാറ്റി ആസിഡ് ഓക്സിഡേഷനിലൂടെ ആ ഒരു അവൈലബിലിറ്റിയാണ് ശരിക്കും അത് അവിടെ കാണിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ റെലവൻസ് നമുക്ക് നോക്കാനാണെങ്കിൽ, ഒന്ന് ഈ ഫാസ്റ്റിംഗ് സമയത്ത് അല്ലെങ്കിൽ സ്റ്റാർവേഷൻ സമയത്ത് ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ ഈ ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുന്നത് will be impaired. While gluconeogenesis is impaired in certain metabolic disorders, നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ prolonged ആയിട്ടുള്ള fasting can actually lead to dangerously low blood sugar levels. അതാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ഡയബറ്റിസ് മെലിറ്റസ് നമുക്കറിയാം, ടൈപ്പ് 2 ഡയബറ്റിസ്, അതിലെ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അപ്പം ടൈപ്പ് 2 ഡയബറ്റിസിൽ
ഈ ഗ്ലൂക്കോനിയോജെനസിസ് ഇസ് ഓഫൻ ഡിസ്റെഗുലേറ്റഡ്. അതിൻ്റെ ആ ഒരു കൺട്രോൾ തന്നെ തെറ്റിപ്പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ എക്സസീവ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ഇവിടെ ഉണ്ടാകുന്നു ബൈ ദ ലിവർ, ആൻഡ് ദിസ് കോൺട്രിബ്യൂട്ട്സ് ടു ഹൈപ്പർഗ്ലൈസീമിയ. അപ്പൊ ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസിനെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ നമ്മൾ മെറ്റ്ഫോമിൻ എന്നൊക്കെ പറയുന്ന മെഡിസിൻസ് അവിടെ ഉപയോഗിക്കുന്നത്. ആൻഡ് ദീസ് വർക്ക് പാർട്ട്ലി ബൈ ഇൻഹിബിറ്റിംഗ് ഗ്ലൂക്കോനിയോജെനസിസ് ഇൻ ദ ലിവർ. അതുകൊണ്ടാണ് അത് ലിവറിനെ എഫക്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്, അല്ലേ? And then we have, gluconeogenic enzyme deficiencies. അവിടെ enzyme deficiencies എന്താ പറയേണ്ടത്? അപ്പോൾ എന്താ key enzymes of gluconeogenesis, അതിൻ്റെ deficiencies like glucose 6-phosphate in glycogen storage disease type 1, അല്ലെങ്കിൽ fructose 1,6 biphosphate. That leads to hypoglycemia. അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നു. ആൻഡ് അറ്റ് ദ സെയിം ടൈം മെറ്റബോളിക് കോംപ്ലിക്കേഷൻസും അവിടെ വരും ബിക്കോസ് ഓഫ് ദ ഇനബിലിറ്റി ടു പ്രൊഡ്യൂസ് ഗ്ലൂക്കോസ് ഫ്രം നോൺ കാർബോഹൈഡ്രേറ്റ് സോഴ്സ്. കാരണം അതും യൂസ് ചെയ്യപ്പെടണമല്ലോ എന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ നോട്ട്സിലും ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഒരു ടേബിൾ ആക്കിയും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ത്രൂ ദ ടേബിൾ. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് ഒരു റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് ആ നോട്ട്സിൽ നോക്കിയാൽ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും അവിടെ. ഇനി നമുക്ക് നോക്കാനുള്ള 2 മെറ്റബോളിക് പാത്വേസ് ആണ് ഗ്ലൈക്കോജെനസിസ് ആൻഡ് ഗ്ലൈക്കോജെനോളിസിസ്. ഈ 2 മെറ്റബോളിക് പാത്വേസും കൂടെ നമുക്ക് ഇതിനകത്ത് നോക്കാനുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഗ്ലൈക്കോജെനസിസ് ആൻഡ് ഗ്ലൈക്കോജെനോളിസിസ് ഇത് രണ്ടും ഒപ്പോസിങ് ആയിട്ടുള്ള പാത്വേസ് ആണ്. ആൻഡ് അത് ദേ ആർ ഇൻവോൾവ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഗ്ലൂക്കോസ് ലെവൽസ് ഇൻ ദ ബോഡി. ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽസിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് കൂടെ ആണ് അവർ ചെയ്യുന്നത്. അപ്പം അത് എങ്ങനെ അത് മാനേജ് ചെയ്യുന്നു എന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഓൺ വൺ സൈഡ് യു ക്യാൻ സീ സിന്തസിസ് ആൻഡ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൈക്കോജൻ. ഇപ്പോൾ ഗ്ലൈക്കോജൻ എന്താണ്? ഗ്ലൈക്കോജൻ ഒരു റെഡിലി ആക്സസിബിൾ സ്റ്റോറേജ് ഫോം ഓഫ് ഗ്ലൂക്കോസ് ആണല്ലേ, അതാണ് ഗ്ലൈക്കോജൻ എന്ന് പറയുന്നത്. ആൻഡ് പ്രധാനമായിട്ട് ഇത് ലിവറിലും ഉണ്ട്, മസിൽ സെൽസിലും ഉണ്ട്. അപ്പം ഈ പാത്വേസ് എന്താ ശരിക്കും അത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്? ഇറ്റ് അലൗസ് ദ ബോഡി ടു സ്റ്റോർ എക്സസ് ഗ്ലൂക്കോസ് വെൻ ഇറ്റ് ഇസ് അബൻഡന്റ്. അപ്പോൾ ഒന്ന് ഗ്ലൂക്കോസിനെ സ്റ്റോർ ചെയ്യാനായിട്ട് അത് അബൻഡന്റ് ആകുമ്പോഴത്തേക്ക്, ആൻഡ് റിലീസ് ഗ്ലൂക്കോസ് വെൻ ഇറ്റ് ഇസ് നീഡഡ്. അപ്പോൾ എപ്പോഴൊക്കെയാണ്? ഫാസ്റ്റിംഗ്, ഫിസിക്കൽ എക്സേർഷൻ, എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കൂടുതൽ വേണ്ടി വരുമ്പോഴത്തേക്ക് അതിനെ റിലീസ് ചെയ്യും. അപ്പോൾ ടുഗെദർ ഗ്ലൈക്കോജെനസിസ് ആൻഡ് ഗ്ലൈക്കോജെനോളിസിസ് ഇത് രണ്ടും എസെൻഷ്യൽ ആണ് ആ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റാസിസ് ആൻഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതേപോലെ ബോഡിയുടെ എനർജി നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ അതാണ് ഒപ്പോസിങ് പാത്വേസ് എന്ന് പറയുന്നത്. ഒന്ന് സ്റ്റോർ ചെയ്യാനും ഒന്ന് ആ സ്റ്റോർ ചെയ്തത് റിലീസ് ചെയ്യാനും. സോ നൗ ലെറ്റ് us look at what is glycogenesis. ഗ്ലൈക്കോജെനസിന്റെ ഒരു ഡെഫിനിഷൻ നോക്കിയാൽ, ദ പ്രോസസ് ബൈ വിച്ച് ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഗ്ലൈക്കോജൻ ഫോർ സ്റ്റോറേജ് ഇൻ ദ ലിവർ ആൻഡ് മസിൽ സെൽസ്. അതാണ് ഗ്ലൈക്കോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നു ഇൻ ടു ഗ്ലൈക്കോജൻ, ആൻഡ് ഈ ഗ്ലൈക്കോജൻ ആണ് ലിവറിലും മസിൽ സെൽസിലും സ്റ്റോർ ചെയ്യുന്നത്. ഗ്ലൂക്കോസ് ആസ് സച്ച് കനോട്ട് ബി സ്റ്റോർഡ് ദെയർ. അപ്പോൾ ഈ ഒരു പാത്വേ എപ്പോഴാണ് ശരിക്കും ഇത് ആക്ടിവേറ്റ് ആകുന്നത്? അതായത് എന്താ പറയേണ്ടത്, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് ഹൈ ആകുമ്പം അതിനെ സ്റ്റോർ ചെയ്യണം, അല്ലേ? അത് ബ്ലഡിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇറ്റ് ഹാസ് ടു ബി സ്റ്റോർഡ് സംവെയർ. ആ ഒരു സമയത്ത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് ഹൈ എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക്, അല്ലേ, ആഫ്റ്റർ എ മീൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് ഒന്ന് കൂടും. ആൻഡ് ഈ ഒരു പ്രോസസ് ആക്ച്വലി അലൗസ് ദ ബോഡി ടു സ്റ്റോർ ആ ഒരു എക്സസ് ഗ്ലൂക്കോസിനെ അവിടെ സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് അത് ഇറ്റ് സ്റ്റോർഡ് ഇൻ എ ഫോം ദാറ്റ് ഇറ്റ് ക്യാൻ ബി ഈസിലി മൊബിലൈസ്ഡ് ഡ്യൂറിങ് റിക്വയർമെന്റ്, അല്ലെങ്കിൽ ഡ്യൂറിങ് ആൻ എനർജി ഡിമാൻഡ്. ഒരു ഡിമാൻഡ് ഉള്ളപ്പം പെട്ടെന്ന് അതിനെ മൊബിലൈസ് ചെയ്ത് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു രീതിയിലാണ് അതവിടെ വരുന്നത്. ഓക്കെ, ഈ ഗ്ലൈക്കോജെനസിന്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം.
അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ ഫോസ്ഫോറിലേഷൻ ആണ് അവിടെ ശരിക്കും നടക്കുന്നത്. അപ്പോൾ ഗ്ലൂക്കോസ് ആ ഒരു സെല്ലിൽ എൻട്രി ചെയ്യുന്നു ആൻഡ് അതിൻ്റെ അവിടെ ആ ഒരു ഫോസ്ഫോറിലേഷൻ അവിടെ നടക്കുന്നു. അപ്പോൾ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ എന്താ പറയേണ്ടത്, ആ ഒരു ഹെക്സോകൈനേസ് എന്നുള്ള എൻസൈം മസിൽസിലുള്ളത് അത് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഗ്ലൂക്കോകൈനേസ് എന്നുള്ളത് ലിവറിലുള്ളത് അത് അവിടെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഗ്ലൂക്കോസ് ഇസ് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്ന എന്താണ്, ഗ്ലൂക്കോസ് ഇസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആ ഒരു ഫോസ്ഫോറിലേഷനിലൂടെ. ഓക്കെ, ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആയിട്ട് അവിടെ മാറുന്നു. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ നോക്കുകയാണെങ്കിലോ കൺവേർഷൻ ടു ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ആണ് ഇവിടെ വരുന്നത്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഇസ് ദെൻ കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ആൻഡ് ഇവിടെ പ്രവർത്തിക്കുന്ന എൻസൈം എന്താണ്, ഫോസ്ഫോ ഗ്ലൂക്കോ മ്യൂട്ടേസ്. ഫോസ്ഫോ ഗ്ലൂക്കോ മ്യൂട്ടേസ് ആണ് ഇതിന് പ്രവർത്തിക്കുന്ന എൻസൈം. ഇനി അതിൻ്റെ സ്റ്റെപ്പ് 3യിൽ നോക്കിയാലോ ആക്ടിവേഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്നുള്ളതാണ്. അപ്പോൾ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റിൻ്റെ റിയാക്ഷൻ ഇവിടെ നടക്കുന്നത് വിത്ത് യൂറിഡൈൻ ട്രൈഫോസ്ഫേറ്റ് UTP ആൻഡ് അതിൻ്റെ റിസൾട്ടിങ് പ്രോഡക്റ്റ് ആകുന്നത് UDP ഗ്ലൂക്കോസ് ആണ്. അതായത് യൂറിഡൈൻ ഡൈഫോസ്ഫേറ്റ് ഗ്ലൂക്കോസ് അവിടെ വരുന്നത് ഒരു ഹൈ എനർജി കോമ്പൗണ്ട് ആണത്. ഓക്കെ, ആൻഡ് ദെൻ കംസ് ദി ഗ്ലൈക്കോജൻ സിന്തസിസ് ഹിയർ. അപ്പോൾ ഗ്ലൈക്കോജൻ സിന്തസിസ് എന്ന് പറയുന്നത് അവിടെ ആക്ട് ചെയ്യുന്ന ഗ്ലൈക്കോജൻ സിന്തേസ് എന്ന എൻസൈം അവിടെ ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ആഡ്സ് UDP ഗ്ലൂക്കോസ് ടു ദ ഗ്രോയിങ് ഗ്ലൈക്കോജൻ ചെയിൻ. അപ്പോൾ അത് ഗ്ലൈക്കോജൻ ആഡ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ദ ചെയിൻ ഇസ് കീപ്പിംഗ് ഗ്രോയിങ് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഗ്ലൈക്കോജൻ സിന്തേസ് ആക്ച്വലി ആഡ്സ് UDP ഗ്ലൂക്കോസ് ടു ദി ഗ്ലൈക്കോജൻ ചെയിൻ. അങ്ങനെയാണ് ആ ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ബോൺസ് അവിടെ ഉണ്ടാകുന്നത് ബിറ്റ്വീൻ ദ ഗ്ലൂക്കോസ് മോളിക്യൂൾസ്. ഇത് കൂടാതെ ആ ഒരു ബ്രാഞ്ചിങ് എൻസൈം ഉണ്ട്. there is a branching enzyme that introduces alpha 1,6 glycosidic branches ആ ഒരു ഗ്ലൈക്കോജൻ മോളിക്യൂളിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സ്ട്രക്ചർ അതൊരു ബ്രാഞ്ച്ഡ് സ്ട്രക്ചറായിട്ട് അങ്ങ് മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഒന്ന് ഗ്ലൂക്കോസ് സ്റ്റോറേജ് ആണ്, ഇറ്റ് റിസർവ്സ് ദ എനർജി ആൻഡ് ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ റെഗുലേഷൻ. ഇത് മൂന്നുമാണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. Now if we look at glycogenolysis, അതിൻ്റെ ഡെഫിനിഷൻ the process of breaking down glycogen into glucose. ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ഗ്ലൈക്കോജനോളിസിസ് എന്ന് പറയുന്നത്. ആക്ടിവേറ്റഡ് ഡ്യൂറിങ് ഫാസ്റ്റിംഗ് ഓർ ഇൻറ്റൻസ് ഫിസിക്കൽ ആക്ടിവിറ്റി ടു മീറ്റ് എനർജി നീഡ്സ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഗ്ലൈക്കോജനോളിസിസ് ശരിക്കും ആ ഒരു ഗ്ലൂക്കോസിനെ മൊബിലൈസ് ചെയ്യുന്ന ആ ഒരു ഗ്ലൈക്കോജൻ സ്റ്റോറേജിൽ നിന്ന് ഗ്ലൂക്കോജിനെ മൊബിലൈസ് ചെയ്ത് കൊണ്ടുവരുന്നു ആൻഡ് ഇറ്റ് ഈസ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. അതും ലിവറിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഇറ്റ് വിൽ പ്രൊവൈഡ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഫോർ ATP പ്രൊഡക്ഷൻ ഇൻ ദ മസിൽസ്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും അവിടെ സംഭവിക്കുക. ആൻഡ് ഈ ഗ്ലൈക്കോജനോളിസിസ് എന്ന് പറയുന്നത് ഇത് പ്രൈമറിലി ഇത് ലിവറിലും മസിൽ സെൽസിലും സംഭവിക്കുന്നു എന്നുള്ളത്. ഇപ്പം ലിവറിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവർ റിലീസസ് ഫ്രീ ഗ്ലൂക്കോസ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം, ആ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്. മസിൽ സെൽസിലെ കാര്യം നോക്കിയാലെങ്കിലോ മസിൽ സെൽസ് ആണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ യൂസ് ചെയ്ത് എന്താ പറയേണ്ടത് ATP പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് സ്റ്റെപ്സ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം റിലീസ് ഓഫ് ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് ഗ്ലൈക്കോജൻ ഫോസ്ഫോറിലേസ് ആണ്. അത് കാറ്റലൈസ് ചെയ്യുന്നു ദറ്റ് ക്ലീവേജ് ഓഫ് ആൽഫ 1,4 ഗ്ലൈസിഡിക് ബോൺസിനെ അത് കാറ്റലൈസ് ചെയ്യുന്നു. ആൻഡ് ആ ഒരു പ്രോസസ്സിൽ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് റിലീസ് ചെയ്യപ്പെടുന്നു ആ ഒരു ഗ്ലൈക്കോജൻ മോളിക്യൂളിൽ നിന്ന്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഡീബ്രാഞ്ചിങ് ഓഫ് ഗ്ലൈക്കോജൻ. അപ്പം നേരത്തെ ആ ഒരു ബ്രാഞ്ചിങ്ങിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നത്, ഇവിടെ ഡീബ്രാഞ്ചിങ് നടക്കുന്നത്. അപ്പോൾ ഡീബ്രാഞ്ചിങ്ങിനുള്ള എൻസൈംസ് ഉണ്ട്. അവരെന്താ ചെയ്യുന്നത്, ആ ബ്രാഞ്ചസിനെ റിമൂവ് ചെയ്യുന്നത്. ഇറ്റ് റിമൂവ്സ് ബ്രാഞ്ചസ് ബൈ ട്രാൻസ്ഫറിങ് എങ്ങനെയാണ് 3 ഗ്ലൂക്കോസ് റെസിഡ്യൂസ് ടു എ നിയർ ബൈ ചെയിൻ. അടുത്തുള്ള മറ്റൊരു ചെയിനിലേക്ക് 3 ഗ്ലൂക്കോസ് റെസിഡ്യൂസിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ദെൻ ക്ലീവിങ് ദ റിമൈനിങ് ആൽഫ 1,6 ഗ്ലൈസിഡിക് ബോൺസ്. ഓക്കെ, ആൻഡ് ഫ്രീ ഗ്ലൂക്കോസ് അതിലൂടെ റിലീസ് ആകപ്പെടുന്നു എന്നുള്ളതാണ്. ആൻഡ് മൂന്നാമത്തെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൺവേർഷൻ ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഇവിടെ നടക്കുന്നു. അപ്പോൾ എന്താ
ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ഇവിടെ കൺവേർട്ടഡ് ആകുന്ന ടു ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ആൻഡ് ദിസ് ഹാപ്പൻസ് ബൈ അല്ലെങ്കിൽ ദിസ് ഇസ് ഫെസിലിറ്റേറ്റഡ് ബൈ ഫോസ്ഫോ ഗ്ലൂക്കോമ്യൂട്ടേസ് ഇവിടെയുണ്ട് അല്ലേ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് റിലീസ് ഓഫ് ഫ്രീ ഗ്ലൂക്കോസ്. ഇത് ലിവറിൽ മാത്രമാണ് നടക്കുന്നത്, നേരത്തെ പറഞ്ഞിരുന്നല്ലോ അല്ലേ. അപ്പോൾ ഫ്രീ ഗ്ലൂക്കോസ് അവിടെ റിലീസ് ചെയ്യുന്ന ഇൻ ലിവർ സെൽസ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് കൺവേർട്സ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ടു ഫ്രീ ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് 6 ഫോസ്ഫറ്റേസ് എന്നാണ് ആ ഒരു എൻസൈമിൻ്റെ പേര്. അതാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റിനെ കൺവേർട്ട് ചെയ്യുന്നത് ഫ്രീ ഗ്ലൂക്കോസ് ആയിട്ട്. എന്നിട്ടാണ് അത് ബ്ലഡ് സ്ട്രീമിലേക്ക് റിലീസ് ചെയ്യുന്നത്, ആ ഒരു ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് റൈസ് ചെയ്യുന്നതിന്. മസിൽ സെൽസിനകത്ത് ഗ്ലൂക്കോസ് 6 ഫോസ്ഫറ്റേസ് ഇല്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഗ്ലൂക്കോസ് റിമെയിൻസ് ഇൻ ദ ഫോം ഓഫ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. അത് പിന്നെ ഗ്ലൈക്കോളിസിസിലേക്ക് പോകുന്നു ഒരു എനർജി ജനറേഷന് വേണ്ടിയിട്ട്. ആൻഡ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലഡ് ഗ്ലൂക്കോസ് റെഗുലേഷൻ അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത്, ആൻഡ് ഒരു എനർജി സപ്ലൈ ഫോർ മസിൽസ് എന്ന് പറയാം, ഒരു ഇമ്മീഡിയറ്റ് എനർജി സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്യും ഫോർ മസിൽസ്, ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ്സ് ഹൈപ്പോഗ്ലൈസീമിയ. ഹൈപ്പോഗ്ലൈസീമിയ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്? ബൈ റിലീസിങ് ഗ്ലൂക്കോസ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. അപ്പോൾ ഗ്ലൈക്കോജിനോളിസിസ് ഇൻ ദ ലിവറിൽ നടക്കുന്ന ഈ ഗ്ലൈക്കോജിനോളിസിസ് ആക്ച്വലി ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഹൈപ്പോഗ്ലൈസീമിയ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? സിംറ്റംസ് ലൈക്ക് ഫാറ്റീഗ്, കൺഫ്യൂഷൻ ആൻഡ് ഈ സിവിയർ ആയിട്ടുള്ള കേസസിൽ ആ ഒരു കോൺഷ്യസ്നെസ്, ബോധം തന്നെ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് അവിടെ വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത് അതിൻ്റെ ഒരു കമ്പാരിസൺ ടേബിൾ ഇത് നിങ്ങളുടെ നോട്ട്സിലും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഗ്ലൈക്കോ ജെനസിസിൻ്റെയും ആൻഡ് ഗ്ലൈക്കോജിനോളിസിസിൻ്റെയും ഒരു കമ്പാരിസൺ, അതിൻ്റെ പേർപ്പസ് ഇവിടെയുണ്ട്. ആൻഡ് അത് ലൊക്കേഷൻ എവിടെ നടക്കുന്നു എന്നുള്ളത്, ആൻഡ് എന്തൊക്കെ കീ എൻസൈംസ് അതിൽ പ്രവർത്തിക്കുന്നു, ആൻഡ് അതിൻ്റെ ആക്ടിവേഷൻ എങ്ങനെ നടക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്. ഒരു ക്വിക്ക് റിവിഷൻ എന്ന നിലയിൽ നിങ്ങൾക്ക് നോട്ട്സിൽ അത് നോക്കി പോകാവുന്നതാണ്. ഇനി നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് ഇനി നോക്കാനുള്ളത് ആർ ദ ഡെഫിഷ്യൻസി ഡിസീസസ് റിലേറ്റഡ് ടു കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, സോ കാർബോഹൈഡ്രേറ്റ് ഡെഫിഷ്യൻസീസ് ഡിസ്റപ്റ്റ് നോർമൽ മെറ്റബോളിക് ഫങ്ഷൻസ്. നോർമൽ ആയിട്ടുള്ള മെറ്റബോളിക് ഫങ്ഷൻസിനെ ഡിസ്റപ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കാർബോഹൈഡ്രേറ്റ് ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴത്തേക്ക്. കാരണം എന്താ? കാർബോഹൈഡ്രേറ്റ്സ് ആർ ദ ബോഡീസ് പ്രൈമറി എനർജി സോഴ്സ് എന്നുള്ളത്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സോ ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് വരുമ്പോഴത്തേക്ക് ദ ബോഡി ഈസ് ഫോഴ്സ്ഡ് ടു റിലൈ ഓൺ ലെസ് എഫിഷ്യൻറ്റ് എനർജി സോഴ്സസ്. എഫിഷ്യൻസി കുറഞ്ഞ എനർജി സോഴ്സസിൽ അതിന് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണ് മെറ്റബോളിക് ഇംബാലൻസസ് ഉണ്ടാകുന്നത്, ആൻഡ് ഇറ്റ് ലീഡ്സ് ടു കണ്ടീഷൻസ് ലൈക്ക് കീറ്റോസിസ് ആൻഡ് ഹൈപ്പോഗ്ലൈസീമിയ. അപ്പോൾ കീറ്റോസിസ് നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ, കീറ്റോസിസ് എന്ന് പറയുന്നത് മെറ്റബോളിക് സ്റ്റേറ്റ് അറൈസിങ് ഫ്രം ഇൻഎഡിക്വേറ്റ് കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ലീഡിങ് ടു ഇൻക്രീസ്ഡ് ഫാറ്റ് ബ്രേക്ക് ഡൗൺ ഫോർ എനർജി. അതാണ് കീറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ കീറ്റോസിസ് എന്ന് പറയുന്നത് ഒരു മെറ്റബോളിക് സ്റ്റേറ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് ഇസ് ടു ലോ, അതായത് കാർബോഹൈഡ്രേറ്റ്സ് ബോഡിയിൽ കിട്ടുന്നില്ല ആ ഒരു എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, ബോഡിക്ക് ആവശ്യമായ എനർജിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ബോഡി എങ്ങനെയാണ് അതിന് റെസ്പോണ്ട് ചെയ്യുന്നത്? ബോഡി കാർബോഹൈഡ്രേറ്റ്സിൽ നിന്ന് മാറി ഒരു ഓൾട്ടർനേറ്റീവ് എനർജി സോഴ്സിലേക്ക് പോകും. അതാണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഫാറ്റിലേക്ക് അങ്ങ് പോകും. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന സിംറ്റംസ് അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കാർബോഹൈഡ്രേറ്റ്സ് അവൈലബിൾ അല്ലാതെ ആകുമ്പോഴത്തേക്ക് ലിവർ വിൽ സ്റ്റാർട്ട് ഫങ്ഷനിങ്, or liver will begin to convert fatty acids into ketone bodies. അപ്പോൾ ഈ ketone bodies എന്ന് പറയുന്നത് acetate, ബീറ്റ ഹൈഡ്രോക്സി ബ്യൂട്ടറേറ്റ് ആൻഡ് അസിറ്റോൺ. അത് ഒരു ഓൾട്ടർനേറ്റ് ഫ്യൂവൽ ആയിട്ട് അവിടെ എടുക്കുന്ന സ്പെസിഫിക്കലി അല്ലെങ്കിൽ പർട്ടിക്കുലർലി ഫോർ ദ ബ്രെയിനിന് വേണ്ടിയിട്ട്. ബ്രെയിൻ പ്രവർത്തിക്കണമല്ലോ,
അതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. അപ്പോൾ ഈ കീറ്റോസിസ് ആണ് എങ്കിൽ എന്താണ് അതിൻ്റെ സിംറ്റംസ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക? നോസിയ ഉണ്ടാകും, ഫാറ്റീഗ് ഉണ്ടാകും, ഒരു ബാഡ് ബ്രെത്ത്. ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് അസിറ്റോണിൻ്റെ ആ ഒരു സ്മെൽ, ആൻഡ് ഡിസീനസ് അവിടെ ഉണ്ടാകാനുള്ള ആ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കീറ്റോ ആസിഡിയോസിസ്. ഇപ്പം എക്സസീവ് ആയിട്ടുള്ള കീറ്റോൺ പ്രൊഡക്ഷൻ ആ ഒരു ബ്ലഡ് പി എച്ചിനെ അത് കുറയ്ക്കും, ഇറ്റ് ലോവേഴ്സ്. അങ്ങനെയാണ് ഒരു മെറ്റബോളിക് ആസിഡിയോസിസ് ഉണ്ടാകുന്നത്. ഓക്കെ, ആൻഡ് ഇൻ സിവിയർ കേസസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിവിയർ ആയിട്ടുള്ള ഔട്ട്കം ഇതിൻ്റെത് ഒന്ന് ഡീഹൈഡ്രേഷൻ വരും, ഓർഗൻ ഫെയിലിയർ ഉണ്ടാകാം, ഓർ ഇൻ എക്സ്ട്രീം കേസസ് ഇറ്റ് മൈറ്റ് ഈവൻ റിസൾട്ട് ഇൻ ഡെത്ത്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് നിലനിർത്തുമ്പോഴാണ് ഇതിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം ആവശ്യത്തിനുള്ള കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ആവശ്യത്തിനുള്ള ഗ്ലൂക്കോസ് അവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അടുത്ത ഒരു കണ്ടീഷൻ ഈസ് ഹൈപ്പോഗ്ലൈസീമിയ. ഹൈപ്പോഗ്ലൈസീമിയ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം? കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ അബ്നോർമലി ലോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ. അതല്ലേ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അപ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള ലോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് അങ്ങ് കുറഞ്ഞു പോകുന്നു. എഗെയിൻ ഇൻഎഡിക്വേറ്റ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഇൻടേക്കിൽ നിന്ന് ഇതുണ്ടാകാം, പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഫാസ്റ്റിങ്ങിൻ്റെ ഫലമായിട്ട് ഇതുണ്ടാകാം, അല്ലെങ്കിൽ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി, ആവശ്യത്തിനുള്ള ഭക്ഷണം കഴിക്കാതെ എന്താ പറയണ്ടേ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഇത് വരാം. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്? കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ആക്ച്വലി ലോ ആകുമ്പോഴത്തേക്ക് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് അവിടെ ഡ്രോപ്പ് ചെയ്യും. ആൻഡ് ആ ഒരു ബോഡിയുടെ എബിലിറ്റി എന്താ പറയേണ്ടത്, ആ ഗ്ലൂക്കോസ് ഗ്ലൈക്കോനിയോജനോളിസിസിലൂടെ ആ ഒരു ഗ്ലൂക്കോസ് റെഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി അവിടെ ഇല്ലാതെ പോകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബോഡിയുടെ എനർജി റിക്വയർമെൻറ്റ്സ് അവിടെ മീറ്റ് ചെയ്യാൻ സാധിക്കാതെ വരും. സ്പെസിഫിക്കലി ഓർഗൻസ് ലൈക്ക് ബ്രെയിൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ഹെവി ഡിപ്പെൻഡൻസിയാണ് ഗ്ലൂക്കോസിനകത്ത് വരുന്നത്, റൈറ്റ്? ആൻഡ് ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? വീക്ക്നെസ് ആൻഡ് ഫാറ്റീഗ് അവിടെ വരുന്നത്, ഡിസീനസ് ആൻഡ് ഒരു ഷേക്കിനെസ് ഉണ്ടാകും, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകും, ആൻഡ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആകും, എക്സസീവ് ആയിട്ടുള്ള സ്വെറ്റിംഗ്, സിവിയർ കേസസിൽ സീഷേഴ്സ് ഉണ്ടാകാം, ബോധം നഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഒരു കോമയിലേക്ക് പോകാം എന്നുള്ളതാണ്. ആൻഡ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ പറയണ്ടേ, ക്രോണിക് അല്ലെങ്കിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള എപ്പിസോഡ്സ് ഓഫ് ഹൈപ്പോഗ്ലൈസീമിയ ക്യാൻ ആക്ച്വലി സ്ട്രെയിൻ ദ ബോഡി എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ബ്രെയിനിന് ഭയങ്കര ഒരു സ്ട്രെയിൻ അവിടെ ഉണ്ടാകും. അപ്പം ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും ഇത് സിവിയർ ആയാൽ, അല്ലെങ്കിൽ ഇത് ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ. എങ്ങനെയാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക? കൺസ്യൂം റെഗുലർ ബാലൻസ്ഡ് മീൽസ്. ഒത്തിരി അധികം കോംപ്ലെക്സ്ഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സും അവിടെ ഉണ്ടാകണം ഫോർ സസ്റ്റെയിൻഡ് എനർജി റിലീസ്. നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ്സ് എങ്ങനെയാണ് അതിന് ആവശ്യത്തിനുള്ള ആ ഒരു എനർജി അവിടെ കൊടുക്കുന്നതെന്നുള്ളത്, അല്ലേ? ഇനി നമുക്ക് ഇൻബോൺ എറേഴ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം ആണ് നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത്. അപ്പം ഇൻബോൺ എറേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് വി കൻ സേ ഇത് ജനറ്റിക് ഡിസോർഡേഴ്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് ഈ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഇമ്പാക്ട്സ് ദ ബോഡീസ് എബിലിറ്റി ടു പ്രോസസ് സ്പെസിഫിക് കാർബോഹൈഡ്രേറ്റ്സ് പ്രോപ്പർലി. ചില കാർബോഹൈഡ്രേറ്റ്സിനെ അത് പ്രോസസ്സ് ചെയ്യാനുള്ള എബിലിറ്റി ബോഡിക്ക് ഇല്ലാതെ വരും. ആ ഒരു എന്താ പറയേണ്ടത്, ഒരു ജനറ്റിക് ഡിസോർഡർ എന്ന് പറയുമ്പോഴത്തേക്ക്. അപ്പം ഈ കണ്ടീഷൻസ് പലപ്പോഴും ഉണ്ടാകുന്നത് എൻസൈം ഡെഫിഷ്യൻസീസിലൂടെയാണ്. നമുക്കറിയാം ഈ ഒരു മെറ്റബോളിസം മുഴുവനും നടക്കുന്നത് പല എൻസൈംസിലൂടെയാണ് ഇത് കംപ്ലീറ്റ് നടക്കുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു എൻസൈം ഡെഫിഷ്യൻസി അവിടെ ഉണ്ടാകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ എൻസൈംസ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്, ആ ഒരു ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സിന്റെ മെറ്റബോളിസം അവിടെ നടക്കില്ല. അങ്ങനെ ഒത്തിരി അധികം ഹെൽത്ത് കോംപ്ലിക്കേഷൻസ് അവിടെ ഉണ്ടാകും. അപ്പോൾ ചില പ്രൈമറി ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? അപ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് ഇസ് എ കണ്ടീഷൻ കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഇൻ ലാക്ടേസ്. ലാക്ടേസ് എന്ന എൻസൈമിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴാണ് ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാകുന്നത്. ഇപ്പം ലാക്ടേസ് നമുക്കറിയാം, ലാക്ടോസിന്റെ ബ്രേക്ക് ഡൗണിന് വേണ്ട ഒരു എൻസൈമാണ് ലാക്ടേസ് എന്ന് പറയുന്നത്. ഇത് ലാക്ടേസ് എന്ന് പറയുന്ന ഒരു ഡൈസാക്രൈഡ് ആണ്, അല്ലെ? ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സ്.
അപ്പോൾ ഇതിൻ്റെ ആ ഒരു മെക്കാനിസം എങ്ങനെയാണ്? ലാക്ടേസ് ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു ലാക്ടോസിൻ്റെ ബ്രേക്ക് ഡൗണിനെ അത് പ്രിവെൻറ്റ് ചെയ്യുന്നത്. ലാക്ടോസ് ഐഡിയലി ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് ബ്രേക്ക് ഡൗൺ ആകണം. ആ ഒരു ബ്രേക്ക് ഡൗൺ സംഭവിക്കില്ല ലാക്ടേസിൻ്റെ ഡെഫിഷ്യൻസി അവിടെ ഉണ്ടാകുമ്പോൾ. അപ്പം അങ്ങനെ വരുമ്പം അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ലാക്ടോസ് അവിടെ ഉണ്ടാകും. And undigested lactose actually moves into the large intestine and അവിടെ അത് ബാക്ടീരിയൽ ഫെർമെൻറ്റേഷൻ പിന്നെ അത് നടക്കും എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ സിംറ്റംസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഈ ഒരു ഫെർമെൻറ്റേഷൻ, അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ പോയിട്ട് ബാക്ടീരിയൽ ഫെർമെൻറ്റേഷൻ നടക്കുമ്പോഴത്തേക്ക് ദർ ഇസ് എ ലോട്ട് ഓഫ് ഗ്യാസ് ദറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ്. ഒത്തിരി അധികം മറ്റ് ബൈ പ്രോഡക്ട്സും അവിടെ ഉണ്ട്. ആൻഡ് അത് ആ ഒരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസിലേക്കാണ് അത് ചെന്നെത്തുക. ഒന്ന് ബ്ലോട്ടിംഗ് ഓഫ് ദ സ്റ്റമക്ക്, അതിങ്ങനെ വേർതിരിക്കുന്നത്, അബ്ഡോമിനൽ പെയിൻ, ഡയറിയ, ഫ്ലാറ്റുലൻസ്, ഇതൊക്കെ അതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരും. ഇതിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ പറയേണ്ടത്? ആ ഒരു സമയത്ത് എന്താ പറയേണ്ടത്? ആ ഒരു ലാക്ടോസ് കണ്ടെയ്നിങ് ഫുഡ്സിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ആ ഒരു ബേസിക് മാനേജ്മെന്റ്. അപ്പോൾ ലിമിറ്റ് ഓർ അവോയ്ഡ് ലാക്ടോസ് കണ്ടെയ്നിങ് ഫുഡ്സ് ആൻഡ് അറ്റ് ദ സെയിം ടൈം യൂസ് ലാക്ടേസ് എൻസൈം സപ്ലിമെന്റ്സ്. അത് ഡോക്ടർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്റ്റ് ഫോർ ലാക്ടോസ് ഫ്രീ ഡയറി പ്രോഡക്ട്സ്. അതും ഒരു ഓപ്ഷൻ തന്നെയാണ് എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇൻബോൺ കണ്ടീഷനായിട്ട് വരാൻ സാധ്യതയുള്ളത് ഇസ് ഗാലക്ടോസീമിയ. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്? ദിസ് ഇസ് എ ജനറ്റിക് ഡിസോർഡർ എഫക്റ്റിംഗ് ദ മെറ്റബോളിസം ഓഫ് ഗാലക്ടോസ്, ദാറ്റ് ഇസ് എ ഷുഗർ ഇൻ ലാക്ടോസ്. ലാക്ടോസിൽ ഒരു ഷുഗറാണ് ഗാലക്ടോസ് എന്നുള്ളത് നമുക്കറിയാം അല്ലേ. വീണ്ടും ദാറ്റ് ഇസ് എ മോണോസാക്കറൈഡ്. മോണോസാക്കറൈഡ് എന്താണ്? ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ മിൽക്ക് ഷുഗർ, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ഫൗണ്ട് ഇൻ ലാക്ടോസ്. ലാക്ടോസ് ആണ് മിൽക്ക് ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മെക്കാനിസം എങ്ങനെയാണ്? ഈ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുന്നതോടുകൂടി ഇൻ വൺ ഓഫ് ദി എൻസൈംസ് ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ കൺവേർട്ടിംഗ് ഗാലക്ടോസ് ടു ഗ്ലൂക്കോസ്. അപ്പോൾ അതിൽ ഒരു എൻസൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ് അല്ലേ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഗാലക്ടോസ് 1-ഫോസ്ഫേറ്റ്. ദിസ് ഇസ് യുറൈഡൽ ട്രാൻസ്ഫറേസ്. ഓക്കെ, അപ്പോൾ ഇതേപോലെയുള്ള എൻസൈംസ്, അപ്പോൾ ഡെഫിഷ്യൻസി ഇൻ വൺ ഓഫ് ദി എൻസൈംസ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത് ആ ഒരു ഗാലക്ടോസിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇറ്റ് പ്രിവെൻറ്റ്സ് ഗാലക്ടോസ് കൺവേർഷൻ ഇൻ ടു ഗ്ലൂക്കോസ്. അങ്ങനെ വരുമ്പം ഒരു ടോക്സിക് ഗാലക്ടോസ് അക്യുമുലേഷൻ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ സിംറ്റംസ് നമ്മൾ നോക്കിയാൽ ജോണ്ടിസ്, ലിവർ എൻലാർജ്മെൻറ്റ്, കാട്രാക്സ്, ഡെവലപ്മെൻറ്റൽ ഡിലേസ് ഉണ്ടാകും, കിഡ്നിയുടെ ഡിസ്ഫങ്ഷൻ അവിടെ ഉണ്ടാകാം. വളരെ സീരിയസ് ആയിട്ടുള്ള സിംറ്റംസ് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഇവിടെ കാണുന്നത് അല്ലേ. ആൻഡ് അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് അവോയ്ഡൻസ് ഓഫ് ഗാലക്ടോസ് ആൻഡ് ലാക്ടോസ് കണ്ടെയ്നിങ് ഫുഡ്സ്. അപ്പോൾ അതിനകത്ത് മിൽക്ക്, ഡയറി പ്രോഡക്ട്സ് ഒക്കെ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് GSDs ആണ് ഇനി അടുത്തുള്ളത്. ഗ്ലൈക്കജൻ സ്റ്റോറേജ് ഡിസീസസ് ആണ് GSDs. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കിയാലോ, ഗ്രൂപ്പ് ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ് എഫക്റ്റിംഗ് എൻസൈംസ് ഇൻവോൾവ്ഡ് ഇൻ ഗ്ലൈക്കോജൻ മെറ്റബോളിസം. ആൻഡ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്? ഗ്ലൂക്കോസ് സ്റ്റോറേജിലും റിലീസിനെയും അത് ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഗ്ലൈക്കോജൻ ആണല്ലോ ആ ഒരു ഗ്ലൂക്കോസിൻ്റെ സ്റ്റോറേജ് ഫോം. ഗ്ലൈക്കോജൻ്റെ രൂപത്തിലാണ് ഗ്ലൂക്കോസ് സ്റ്റോർ ചെയ്യുന്നത് ലിവറിലും മസിൽസ്. സോ ഇതിൻ്റെ മെക്കാനിസം എന്താണ്? ഇവിടെ ഈ എൻസൈംസിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുമ്പോൾ, അതായത് ഈ എൻസൈംസ് ദറ്റ് ആർ ഇൻവോൾവ് ഇൻ ഗ്ലൈക്കോജൻ മെറ്റബോളിസത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻസൈംസിൻ്റെ ഡെഫിഷ്യൻസീസ് ഉണ്ടാകുന്ന സമയത്ത് ഇറ്റ് ലീഡ്സ് ടു അബ്നോർമൽ ഗ്ലൈക്കോജൻ സ്റ്റോറേജ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോർ ചെയ്ത ഗ്ലൈക്കോജൻ്റെ റിലീസിൽ. അപ്പോൾ അത് പ്രധാനമായിട്ട് ബാധിക്കാൻ പോകുന്നത് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസിനെയും ആ ഒരു ശരീരത്തിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എനർജീനെയും അത് ബാധിക്കും എന്നുള്ളതാണ്. പല തരത്തിലുള്ള GSDs ഉണ്ട്. ആൻഡ് ഓരോ GSDസും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഡിഫറെൻറ്റ് എൻസൈമിൻ്റെ റിസൾട്ട് കൊണ്ടായിരിക്കും അത് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ ടൈപ്പ് 1 GSD നമ്മൾ നോക്കുകയാണെന്ന്, അല്ലെങ്കിൽ ടൈപ്പ് 2 GSD ഉണ്ട്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് GSDസും അവിടെ ഉണ്ട് എന്നുള്ളത് വിച്ച് യു ക്യാൻ സി. അപ്പോൾ ടൈപ്പ് 1 GSD എന്ന് പറയുമ്പോൾ ഇറ്റ് എഫക്ട്സ് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആ ഒരു എൻസൈമിനെ. ടൈപ്പ് 2 GSD എന്ന് പറയുമ്പോഴത്തേക്ക് എഫക്ട്സ് ആസിഡ് ആൽഫ ഗ്ലൂക്കോസിഡേസ്
and it leads to glycogen accumulation in muscles. അതിൻ്റെ സിംറ്റംസ് നോക്കിയേ, ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകും, മസിൽ വീക്ക്നെസ്, മസിൽ ക്രാംസിലേക്ക് പോകും, ലിവർ എൻലാർജ്ഡ് ആകും, ആൻഡ് ഗ്രോത്ത് ഡിലേസ് ഉണ്ടാകും കുട്ടികളിൽ, ആൻഡ് പ്രോഗ്രസീവ് മസിൽ വീക്ക്നെസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു മസിൽ വീക്ക്നെസ് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. ആൻഡ് റെസ്പിറേറ്ററി ഇഷ്യൂസും ഉണ്ടാകും ഇൻ സിവിയർ ഫോം, സിവിയർ ആയിട്ടുള്ള റെസ്പിറേറ്ററി ഇഷ്യൂസ് അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പം ഇതിൻ്റെ മാനേജ്മെൻറ്റ്, അപ്പം ഡയറ്ററി മോഡിഫിക്കേഷൻസ് തന്നെയാണ് ഇതിന് പ്രധാനമായിട്ട് ഇവിടെ വരുന്നത് അല്ലേ. ആൻഡ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള മീൽസ് കഴിക്കേണ്ടതായിട്ട് വരും ഒരുപക്ഷെ ടു മെയിൻറ്റെയിൻ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ്. ആൻഡ് എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഫോർ സർട്ടൻ ടൈംസ്, പോംപേ ഡിസീസിനൊക്കെ എൻസൈം റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയും അവൈലബിൾ ആണ് എന്നുള്ളത്. അപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഇൻബോൺ എറേഴ്സ് ഇപ്പം നമുക്കിപ്പോൾ മനസ്സിലായല്ല. കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിൻ്റെ അതിനകത്ത് ലാക്ടോസ് ഇൻടോളറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഗാലക്ടോസീമിയ നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഗ്ലൈക്കോജൻ സ്റ്റോറേജ് ഡിസീസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പം ഇത് ഓരോന്നും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എൻസൈംസിൻ്റെ ക്രിട്ടിക്കൽ റോൾസ് എന്താണ് കാർബോഹൈഡ്രേറ്റ് പ്രോസസ്സിങ്ങിൽ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ഈ കണ്ടീഷൻസിനൊക്കെ വളരെ കെയർഫുൾ ആയിട്ടുള്ള ഡയറ്ററി മാനേജ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്നത്. ദാറ്റ് ഇസ് വൈ ഈ ടോപ്പിക്ക് തന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ട് വരുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, so with this we have come to the end of discussion of carbohydrates. Thank you very much for watching and you have a great day ahead. Thank you.